2024-25 അധ്യയന വർഷത്തെ പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി സ്കോളർഷിപ്പിനുള്ള അപേക്ഷ ക്ഷണിച്ചു. സംസ്ഥാന ന്യൂനപക്ഷ ക്ഷേമ വകുപ്പാണ് ഈ സ്കോളർഷിപ്പ് നൽകുന്നത്. കേരളത്തിലെ സ്ഥിരതാമസക്കാരായ കേരളത്തിൽ പഠിക്കുന്ന ന്യൂനപക്ഷ മതവിഭാഗത്തിൽപ്പെട്ടവർക്കാണ് ഈ സ്കോളർഷിപ്പിനായിട്ട് അപേക്ഷിക്കാൻ സാധിക്കുന്നത്. കേരളത്തിലെ മതന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെടുന്നത് മുസ്ലിം, ക്രിസ്ത്യൻ, സിഖ്, ജൈന, പാഴ്സി എന്നീ മതവിഭാഗത്തിൽപ്പെടുന്നവരാണ്. ഇതിൽ തന്നെ ക്രിസ്ത്യനിൽ SC, ST, OBC അങ്ങനെ വരുന്ന കാറ്റഗറിക്കൊന്നും ഈ അപേക്ഷ വയ്ക്കാൻ സാധിക്കുന്നതല്ല. ന്യൂനപക്ഷ വിഭാഗം, അതായത് മൈനോറിറ്റി വിഭാഗത്തിൽപ്പെടുന്നവർക്ക് മാത്രമാണ് ഈ സ്കോളർഷിപ്പിന് അപേക്ഷ വയ്ക്കാൻ സാധിക്കുന്നത്. ഇനി ഈ സ്കോളർഷിപ്പിന് ആർക്കൊക്കെയാണ് അപേക്ഷ വയ്ക്കാൻ സാധിക്കുന്നതെന്ന് നോക്കാം. SSLC, THSLC, +2, VHSC എന്നിവയ്ക്ക് ഫുൾ A+ ലഭിച്ചവർക്ക് വയ്ക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ ഡിഗ്രിക്ക് 80% മുകളിൽ മാർക്ക് ലഭിച്ചവർക്ക് വയ്ക്കാവുന്നതാണ്. അതുപോലെ PGക്ക് 75% കൂടുതൽ മാർക്ക് ലഭിച്ചവർക്ക് വയ്ക്കാവുന്നതാണ്. ഇത് 2023-24 അധ്യയന വർഷത്തിൽ പാസ് ഔട്ട് ആയവരുടെ കാര്യമാണ് പറയുന്നത്. ഇനി ഇതിൻ്റെ സ്കോളർഷിപ്പ് തുക എത്രയാണെന്ന് നോക്കാം. SSLC, THSLC, +2, VHSC എന്നിവ കഴിഞ്ഞവർക്കുള്ളത് 10,000 രൂപ വീതവും, അതുപോലെ ഡിഗ്രി, PG എന്നിവർക്കുള്ള സ്കോളർഷിപ്പ് തുക 15,000 രൂപയുമാണ്. പിന്നെ അതുപോലെ ഈ അപേക്ഷ വയ്ക്കുന്നവരുടെ കുടുംബ വാർഷിക വരുമാനം 8 ലക്ഷം രൂപയിൽ താഴെ ആയിരിക്കണം. BPL വിഭാഗത്തിൽപ്പെട്ടവർക്ക് മുൻഗണനയുണ്ട്. ഓൺലൈനായിട്ടാണ് അപേക്ഷ സമർപ്പിക്കുന്നത്. അപേക്ഷ സമർപ്പിക്കുന്നതിനായി വിദ്യാർത്ഥിയുടെ ഫോട്ടോ, ഒപ്പ്, വരുമാന സർട്ടിഫിക്കറ്റ്, SSLC സർട്ടിഫിക്കറ്റ്, അതുപോലെ റേഷൻ കാർഡ് കോപ്പി എന്നിവ ആവശ്യമാണ്. ഓൺലൈൻ അപേക്ഷ വെച്ചതിന് ശേഷം ലഭിക്കുന്ന ഒരു രജിസ്ട്രേഷൻ പ്രിൻ്റ് ഉണ്ട്. ആ പ്രിൻ്റ് അതിൻ്റെ കൂടെ SSLC അല്ലെങ്കിൽ +2 അല്ലെങ്കിൽ ഏതാ പഠിച്ചിരിക്കുന്നത്, ഡിഗ്രി, PG അങ്ങനെ എന്താ കഴിഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ എല്ലാം മാർക്ക് ലിസ്റ്റ്, അതിൻ്റെ എല്ലാം കോപ്പി മതി. അതുപോലെ തന്നെ ബാങ്ക് പാസ്ബുക്കിൻ്റെ കോപ്പി, നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് എന്ന് പറയുമ്പോൾ ജന്മസ്ഥലം കാണിക്കുന്ന ഏതെങ്കിലും രേഖയാണെങ്കിലും മതി. അതായത് ബർത്ത് സർട്ടിഫിക്കറ്റോ SSLC കോപ്പിയോ അങ്ങനെ എന്താണെങ്കിലും മതി. പിന്നെ അതുകൂടാതെ വരുമാന സർട്ടിഫിക്കറ്റ്, ജാതി സർട്ടിഫിക്കറ്റ്. ആ ജാതി സർട്ടിഫിക്കറ്റ് എന്നുള്ളത് ഒന്നെങ്കിൽ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് എന്നുള്ള രീതിയിൽ എടുത്തതോ അല്ലെങ്കിൽ മൈനോറിറ്റി സർട്ടിഫിക്കറ്റ് അതാണെങ്കിലും മതി. പിന്നെ റേഷൻ കാർഡിൻ്റെ കോപ്പി. ഇത്രയും കാര്യങ്ങൾ മുൻപ് പഠിച്ചിരുന്ന സ്കൂളിൽ എത്തിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഇപ്പം നിങ്ങളുടെ കയ്യിൽ വരുമാന സർട്ടിഫിക്കറ്റ്, ജാതി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ഇതൊന്നും എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഓൺലൈനായിട്ട് അപേക്ഷ വെച്ച് അതും എടുക്കാവുന്നതാണ്. പിന്നെ സമയം വൈകിക്കേണ്ട. 2024 ഡിസംബർ 26 വരെയാണ് സമയമുള്ളൂ. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഈ ഫുൾ A+ ഒക്കെ കിട്ടി ജയിച്ച മിടുക്കന്മാരും മിടുക്കികളും എല്ലാം പെട്ടെന്ന് തന്നെ അപേക്ഷ വയ്ക്കാൻ ശ്രദ്ധിക്കുക.